ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഇന്നത്തെ ഇംഗ്ലീഷ് ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷിലെ SSLC ഇംഗ്ലീഷിലെ ഒരു പുതിയ ചാപ്റ്ററാണ് മക്കളെ. ചാപ്റ്ററിൻ്റെ പേരാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ഞാൻ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്, എനിക്ക് കൂടുതൽ എന്തോ പൈസയാണോ എന്നറിയില്ല, എന്തോ ഒരു സംഭവം തന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതായിരുന്നു എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടല്ല ഈ ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്റർ ആരുടെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരുടെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ അലക്സാറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ല, വേറൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേരാണ് മക്കളെ ആർച്ചിബോൾഡ് ജോസഫ് ക്രോണിൻ, അഥവാ നമ്മൾ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ AJ ക്രോണിൻ. അപ്പോൾ AJ ക്രോണിൻ എന്ന് പറഞ്ഞ ഒരു വളരെ ഫേമസ് ആയുള്ള റൈറ്റർ ഉണ്ടായിരുന്നു. ആ ഒരു റൈറ്റർ മാത്രമല്ല, അദ്ദേഹം ഒരു ഫിസിഷ്യൻ അഥവാ ഒരു ഡോക്ടറും കൂടിയായിരുന്നു. അപ്പം മൂപ്പര് മെയിനായിട്ട് ഡോക്ടറായിരുന്നു. അതിനിടയിൽ മൂപ്പർക്ക് ഇങ്ങനെ ഒരു പാഷൻ ആയിരുന്നു എഴുതുക എന്ന് പറഞ്ഞാൽ. അത് വെച്ചിട്ട് മൂപ്പര് എഴുതിയ ഒരു ചാപ്റ്ററാണ്, എഴുതിയൊരു ബുക്കിലെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. അപ്പം ആര് ഉണ്ടാക്കിയ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്? അലക്സാർ ഉണ്ടാക്കിയ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ല, AJ ക്രോണിൻ. ഓക്കെ, AJ ക്രോണിൻ എന്ന് പറഞ്ഞ ഓഥർ അഥവാ ഡോക്ടർ ഉണ്ടാക്കിയ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ലൈവിൽ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് പറഞ്ഞോളൂ. ഓൾസോ ഈ ചാപ്റ്റർ ഇതിന് മുൻപ് സ്കൂളിൽ നിന്നൊക്കെ കേട്ടവരാണ് നിങ്ങളെങ്കിൽ എന്തായിരുന്നു ആ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊന്ന് പറയാൻ പറ്റുമോ? അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താണോ, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താണോ, അല്ലെങ്കിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താണോ, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്താണോ എന്നുള്ള കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? ഏതിലായിരുന്നു ഇദ്ദേഹം വലിയ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കിയതെന്നുള്ള കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ലൈവ് ചാറ്റിൽ പറയാം. എനിവേ, നമ്മൾ കണ്ടുപിടിക്കാം എന്തായിരുന്നു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന്. മാത്രമല്ല, പരീക്ഷയിൽ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പൊതുവേ നരേറ്റീവ് ചോദിക്കാറുണ്ട്, റൈറ്റപ്പ് ചോദിക്കാറുണ്ട്, ഡയറി എൻട്രി ചോദിക്കാറുണ്ട്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിക്കാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷേ ഇതിൽ ചാപ്റ്റർ വായിച്ചു പോകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വായിക്കുമ്പം കുറച്ചൊരു വെറുപ്പിക്കലായിട്ട് തോന്നും. സോ പേടിക്കണ്ട, എല്ലാ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ. എനിവേ, ഈ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മൂപ്പർ എന്താ ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലുതൊക്കെ ആയി പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിർഭാഗ്യവശാൽ ആരും പഠിപ്പിക്കാറില്ല. എന്നെയും പഠിപ്പിച്ചില്ല, അലൻ സാറിനെയും പഠിപ്പിച്ചില്ല. പക്ഷെ നമ്മൾ പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും നമ്മൾ ആക്ച്വലി ചെയ്യുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ പഠിച്ച നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ചാനലിൽ ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങൾ ഇപ്പം എന്തോ പോയി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊന്നും അല്ല. അതായത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പൈസ ഇരട്ടിപ്പിക്കാനുള്ള പരിപാടിയൊന്നല്ല അവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ പൈസയൊക്കെ ഉണ്ടാക്കൂല ആക്ച്വലി. അപ്പോൾ അതൊക്കെ എങ്ങനെ ഗ്രോ ചെയ്യിക്കണം, ആ പൈസ എങ്ങനെ നിങ്ങൾ സേഫ് ആക്കി വെക്കണം എന്നുള്ള കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ചാനലിൽ ഇനി വരാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം മക്കൾ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഫിനാൻസ് വിത്ത് അലക്സ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചാൽ മതി. അത്രമാത്രം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ള പുതിയ കണ്ടന്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി ഇടുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് വായിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ബേസിക് ഒരു ഐഡിയ ഞാൻ തരാം. സംഭവം എന്താ വെച്ചാൽ AJ ക്രോണിൻ ആണ് നരേറ്റ് ചെയ്യുന്നത്. AJ ക്രോണിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടറില്ലേ, ഈ മൂപ്പർ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ വെച്ചിട്ടാണ് ഈ കഥ പറയുന്നത്? മൂപ്പര് ന്യൂയോർക്കിൽ നിന്ന് ഷിപ്പിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ന്യൂയോർക്കിൽ നിന്ന് ഷിപ്പ് കയറി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ ഷിപ്പിൽ നടന്ന കഥയാണ് നമ്മളോട് പറയുന്നത്. അപ്പം മൂപ്പര് പറയാണ്, എന്താ പറയുന്നത് നോക്കിക്കോ. ഓൺ ദി സെക്കൻഡ് ഡേ, രണ്ടാമത്തെ ദിവസം, ഔട്ട് ഫ്രം ന്യൂയോർക്ക്, ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ട് രണ്ടാമത്തെ ദിവസം, 2 ദിവസമായി ഇപ്പൊ ഷിപ്പിൽ, രണ്ടാമത്തെ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. എന്ത് സംഭവിച്ചു? വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് ദി പ്രൊമനാഡ് ഡെക്ക്. പ്രൊമനാഡ് ഡെക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഷിപ്പിലൊക്കെ ഇങ്ങനെ സ്ഥലം ഉണ്ടാവില്ല മക്കളെ, ഇങ്ങനെ കുറെ നടക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്, ടൈറ്റാനിക് കളിക്കാൻ വേണ്ടിയിട്ട്, അതിൽ കൂടി ഇങ്ങനെ റൗണ്ട്സ് എടുക്കുമായിരുന്നു, വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു. വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് ദി പ്രൊമനാഡ് ഡെക്ക്, അതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഐ സഡൻലി ബിക്കെയിം അവെയർ. ഞാൻ പെട്ടെന്ന് എന്തിനോ പറ്റി അവെയറായി. എന്തിനെ പറ്റിയിട്ട്? ദാറ്റ് വൺ ഓഫ് ദി പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് മീ ക്ലോസ്ലി. വേറൊരു പാസഞ്ചർ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു, ഒരു ക്രീപ്പിനെ പോലെ. ഫോളോയിങ് മീ വിത്ത് ഹിസ് ഗേസ്. ഗേസ് എന്ന് പറഞ്ഞാൽ നോട്ടം. അവൻ്റെ നോട്ടം കൊണ്ട് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യായിരുന്നു. എവറി ടൈം ഐ പാസ്, ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അവൻ ഇങ്ങനെ നോക്കും, പാസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ നോക്കും. സൈക്കോ മനുഷ്യൻ. ഐ വാണ്ടഡ് റെസ്റ്റ്.
മൂപ്പർ വയസ്സായ മനുഷ്യനാണ്, ആലോചിക്കണം. അപ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ ആൾക്കാരുടെ സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പം മറ്റേ ആളിങ്ങനെ നോക്കുന്ന കാണുന്നുണ്ട്, എന്നാലും ഈ മൂപ്പർക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല. മൂപ്പർക്ക് റെസ്റ്റ് എടുക്കാനാണ് താല്പര്യം, സമാധാനമായിട്ട്. ടു അവോയ്ഡ് ദ tedium ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? ടു അവോയ്ഡ്, എന്തോ അവോയ്ഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്താണ് അവോയ്ഡ് ചെയ്യുന്നത്? tedium ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്. ഷിപ്പ് ബോർഡ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഷിപ്പിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആൾക്കാർ. അപ്പോൾ അവരോട് സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യാനാണ് താല്പര്യം, സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി കുറച്ച് വാക്കുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. tedium ഓഫ് കാഷ്വൽ, tedium എന്ന് പറഞ്ഞാൽ മക്കളെ ബോറിങ്. ഇപ്പം ഇങ്ങനെ നമ്മൾ അറിയാത്ത ആൾക്കാരോട് ഇങ്ങനെ പ്രായമായ ആൾക്കാരൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ ഒരു മുഷിപ്പായിരിക്കുമല്ലോ അല്ലേ? പൊതുവെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് ആരോടും മിണ്ടാതിരിക്കാനൊക്കെ അല്ലേ താല്പര്യം. അപ്പോൾ അത് ഒരു tedium ആയിരിക്കും, ഒരു മുഷിപ്പായിരിക്കും, ബോറിംഗ് ആയിരിക്കും. ആൻഡ് ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുന്നത്. അപ്പോൾ ബോറിങ്ങും മുഷിപ്പിക്കുന്ന അല്ലെ ശല്യപ്പെടുത്തുന്ന ഷിപ്പ് ബോർഡ് അഥവാ ബേസിക്കലി ഷിപ്പിൽ നിന്ന് കണ്ടുപിടിക്കുന്ന അല്ല കാണുന്ന കോണ്ടാക്ട്സ് അല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന ഇദ്ദേഹത്തിന് വയ്യായിരുന്നു, ജസ്റ്റ് റെസ്റ്റ് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൂഡിലായിരുന്നു മൂപ്പർ, സമാധാനമായിട്ട് ഇരിക്കണം. ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ് ദ മാൻ. ഞാൻ അയാളെ കണ്ടതുപോലെ നടിച്ചില്ല, കാണാത്ത പോലെ നടിച്ചു, ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നുള്ള പോലെ. ഇത്രയുള്ള ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇതുവരെ ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണ്, തംസപ്പ് അടിക്കുക. അതേസമയം ലൈവിൻ്റെ വ്യൂവേഴ്സ് കൂടണം. ഷെയർ ചെയ്യാത്തവരെല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യണം. മിനിമം 300 ലൈക്കെങ്കിലും കാണണം. 300 ലൈവ് വ്യൂവേഴ്സ് ഉണ്ട്, സോ 300 ലൈക്കെങ്കിലും നിങ്ങൾ ചെയ്യണം. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോയി എന്തൊക്കെയാണ് ഇനി സംഭവിച്ചത് നമുക്ക് നോക്കാം. Yet there was nothing importunate about him. Importunate എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുന്നത്. അപ്പം മൂപ്പര് പറയാണ്, ഈ മനുഷ്യനെ ഇങ്ങനെ എജെ ക്രോണിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന മനുഷ്യനില്ലേ, അയാളെ പറ്റി പറയാണ്, yet there was nothing importunate about him. അയാളെ പറ്റിയിട്ട് ശല്യപ്പെടുന്ന രീതിയിലൊന്നും തോന്നുന്നില്ല, അയാളൊരു ശല്യക്കാരനാണ് തോന്നുന്നില്ല, ഒരു ഡീസന്റ് മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. ഓൺ ദ കോൺട്രറി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, വിപരീതമായ അഥവാ ഓപ്പോസിറ്റ് എന്താണ് പറയുന്നത്? ഹി സീം എഫക്റ്റഡ് ബൈ എ ട്രബിൾഡ് റാദർ ടച്ചിങ് ഡിഫിഡൻസ്. അപ്പോൾ അയാളെ കണ്ടൊരു ശല്യപ്പെടുന്ന ആളായിട്ട് തോന്നുന്നില്ല. ഓൺ ദ ഓപ്പോസിറ്റ് എന്തായിട്ടാണ് തോന്നുന്നത്? ഹി സീംഡ് എഫക്റ്റഡ് ബൈ എ ട്രബിൾ. അയാളുടെ മനസ്സിൽ അയാളെ എന്തോ ഇങ്ങനെ അലട്ടുന്ന പോലെ തോന്നുന്നു, ട്രബിൾഡ് ആയ പോലെ തോന്നുന്നു. റാദർ ടച്ചിങ് ഡിഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമേ ഇല്ലായ്മ. അപ്പം അയാളെ കണ്ടിട്ട് അയാളെന്തോ അലട്ടുന്ന പോലെയും അയാൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ പോലെ കണ്ടിട്ട് തോന്നുന്നു. പാവം മനുഷ്യനാണെന്നാണ് തോന്നുന്നത്. ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s. അപ്പം ഏർലി 40-42 വയസ്സുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. റാദർ ഷോർട്ട് ഇൻ ബിൽഡ്, ഹൈറ്റ് കുറച്ച് കുറവായിരുന്നു. വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ, കുറച്ച് ഫെയർ മുഖമായിരുന്നു ഉള്ളത്. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്. ഏതാണ്ട് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവുള്ള മനുഷ്യനായിരുന്നു, ഫെയർ കോംപ്ലക്ഷൻ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. 40-45 ഒക്കെ അടുത്ത് വയസ്സുണ്ട് ഇയാൾക്ക്. ഹിസ് തിൻ ഹെയർ, അതായത് മുടി എന്താണ് കുറച്ച് കഷണ്ടിയൊക്കെ ഉണ്ട്. ബിഗൺ ടു റിസീഡ് ഫ്രം ഹിസ് ഫോർഹെഡ്. അപ്പോൾ ബേസിക്കലി ഇവിടെ എന്താണ്, ഇവിടുന്ന് മുടി നിൽക്കുകയാണ്. ദാറ്റ് ഈസ് ബേസിക്കലി മുന്നിൽ എന്താണ് അത്ര മുടിയില്ല, ചെറിയൊരു കഷണ്ടി എന്താണ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഫോർഹെഡിൻ്റെ അവിടെ നിന്ന് മുടി ബാക്കോട്ട് റിസീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കോട്ട് പോവുക. ദാറ്റ് ഈസ് ബേസിക്കലി ഇവിടെ മുടിയില്ല എന്നർത്ഥം. ഹിസ് ഡാർക്ക് സ്യൂട്ട്, ഒരു ഡാർക്ക് സ്യൂട്ട് ഇട്ടിട്ടുണ്ട് ഇതുപോലെ. സോബർ ടൈ, ഒരു വൃത്തിയുള്ള ടൈയും ഉണ്ട്. ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾ, റിം ഇല്ലാത്ത സ്പെക്ടക്കിൾസ് ആണുള്ളത്. ഗേവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പോസിഷൻ. അപ്പോൾ ഇയാളുടെ ഡ്രസ്സും ഈ റിംലെസ് സ്പെക്ടക്കിളും ഒക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? വളരെ സീരിയസ്, നോക്കിയാൽ സീരിയസും റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത, ഒറ്റയ്ക്ക് ഇങ്ങനെ ഒതുക്കി കൂടുന്ന ആൾക്കാർ, അതിനാണ് റിസർവ്ഡ് ആൾക്കാർ എന്ന് പറയാം. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതം. അപ്പോൾ അങ്ങനത്തെ ഒരു നേച്ചർ, അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് തോന്നുന്നത്. അപ്പോൾ പാവം മനുഷ്യനായിട്ടാണ് തോന്നുന്നത്, സീരിയസ് മനുഷ്യനായിട്ടാണ് തോന്നുന്നത്, റിസർവ്ഡ്, ആരോടും സംസാരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ക്യാരക്ടർ സ്കെച്ചിൽ ആവശ്യമുള്ളതാണ്. ഈ മനുഷ്യനെ പറ്റി, ഈ മനുഷ്യൻ്റെ പേര് നമ്മൾ പറയും. ആർക്കെങ്കിലും പേര് അറിയെങ്കിൽ ഒന്ന് പറയുക, നമുക്ക് നോക്കാം. അപ്പോൾ ഇയാളെ പറ്റിയുള്ള ക്യാരക്ടർ സ്കെച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇതൊക്കെ. എന്ത്? ഈ റാദർ ഷോർട്ട് ഇൻ ബിൽഡ്, ഫെയർ കോംപ്ലക്ഷൻ, തിൻ ഹെയർ, സോബർ ടൈ, ഡാർക്ക് സ്യൂട്ട്, ഇതെല്ലാം. എന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീരിയസ് ആയിരുന്നു മൂപ്പർ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല റിസർവ്ഡ് ഡിസ്പോസിഷൻ ആണ്. ഇത് ഓർത്ത് വെച്ചോ, നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ എടുത്തിടാൻ പറ്റിയ പോയിന്റ്സ് ആണ്. ക്ലിയർ ആണ് മക്കളെ? സെറ്റ് ആണോ ഇതുവരെ? ഓക്കെ, അതന്നെ നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾ പാവം മനുഷ്യനായിട്ടാണ് തോന്നുന്നത്, വലിയ കുഴപ്പക്കാരനല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ്, ഈ ഒരു പോയിന്റിൽ ദ ബ്യൂഗിൾ സൗണ്ടഡ് ഫോർ ഡിന്നർ. ബ്യൂഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മക്കളെ, ഇത് ഈ ഷിപ്പിലൊക്കെ ഇങ്ങനെ ഓ എന്നൊരു സൗണ്ട് ഉണ്ടാക്കുന്ന സാധനമില്ലേ, അങ്ങനെയല്ല സൗണ്ട് വരിക, പക്ഷെ നല്ലൊരു സൗണ്ടാണ് വരിക. അപ്പോൾ അത് സൗണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഡിന്നർ പോകാൻ സമയം. ആൻഡ് ഐ വെൻ ബിലോ. മൂപ്പർ എന്ത് ചെയ്തു? നമ്മുടെ എജെ ക്രോണിൽ താഴേക്ക് ഡിന്നർ അയക്കാൻ വേണ്ടി പോയി ഈ മനുഷ്യനെ ഇഗ്നോർ ചെയ്തു.
ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ബേസിക്കലി. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാരഗ്രാഫിൽ നോക്കാം. ഓക്കെ, റെഡി? ഓൺ ദ ഫോളോയിങ് ഫോർനൂൺ, ഫോളോയിങ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം, ഫോർനൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉച്ചയ്ക്ക് മുൻപ്. നിങ്ങളുടെ പരീക്ഷയൊക്കെ നടക്കില്ലേ ഫോർനൂൺ, ഉച്ചയ്ക്ക് മുൻപ്. ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഫോർനൂൺ ഉച്ചയ്ക്ക് മുൻപ്, മേ ബി ഒരു 11:30 11:45 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഐ അഗെയിൻ ഒബ്സർവ്ഡ് മൈ ഫെല്ലോ വോയേജർ. വോയേജർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കപ്പൽ യാത്രക്കാരൻ. ആരായിരിക്കും ആ ഫെല്ലോ വോയേജർ? ബേസിക്കലി മറ്റാ മനുഷ്യരില്ലേ, ആ ഒരു ക്രീപ്പ്, നമുക്ക് അയാളെ മിസ്റ്റർ ക്രീപ്പ് എന്ന് വിളിക്കാം തൽക്കാലത്തേക്ക്. പേര് വരുന്നവരെ മിസ്റ്റർ ക്രീപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, മിസ്റ്റർ ക്രീപ്പ് നമ്മുടെ AJ ക്രോണിനെ ഇങ്ങനെ സൈക്കോ പോലെ ഒബ്സർവ് ചെയ്യുന്ന ആ മനുഷ്യനെ കണ്ടു. വാച്ചിങ് മീ ഏണസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഗൗരവമായി ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുകയാണ്. വാച്ചിങ് മീ ഏണസ്റ്റ്ലി ഫ്രം ഹിസ് ഡെക്ക് ചെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെയർ, ഈ ഷിപ്പിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കില്ലേ, ആ ചെയറിൽ നിന്ന് ഈ മനുഷ്യൻ മിസ്റ്റർ ക്രീപ്പ് എന്ത് ചെയ്താണ്, നമ്മുടെ ഡോക്ടർ AJ ക്രോണിനെ വീണ്ടും അടുത്ത ദിവസം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി. നൗ എ ലേഡി വാസ് വിത്ത് ഹിം. ഇപ്രാവശ്യം എന്താണ്, അയാളുടെ കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഹിസ് വൈഫാണെന്ന് തോന്നുന്നു. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗൺ ടു ഇൻട്രീഗ് മീ. ഇൻട്രീഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളെ ഒരു താല്പര്യം ഉളവാക്കുക. അപ്പോൾ നമുക്ക് ഒരു ചില കാര്യത്തിനോട് ഭയങ്കര താല്പര്യം വരികയാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഇൻട്രീഗ്ഡ് മീ എന്ന് പറയും, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന പോലെ. ഓക്കെ, അപ്പോൾ അതായത് ആദ്യത്തെ ദിവസം ഈ മനുഷ്യൻ എന്താണ് AJ ക്രോണിനെ നോക്കുന്നത്, AJ ക്രോണിന് വലിയ താല്പര്യം ഉണ്ടാക്കിയില്ല. രണ്ടാമത്തെ ദിവസം എന്താണ്, ഈ മൂപ്പര് എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AJ ക്രോണിനെ ആലോചിച്ചു, ഇതിപ്പോൾ എന്തിനായിരിക്കും ഇവൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ഭംഗി കണ്ടിട്ടാണോ? ആയിരിക്കില്ല, കിളവനല്ല മൂപ്പര്. I discovered from my steward that they were Mr. and Mrs. John S. from a small suburb of London. അപ്പോൾ steward എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു പരിചാരകൻ അഥവാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ടാവും, ഒരു ചേച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആളുണ്ടാവും. അപ്പോൾ അയാളടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലായി ഈ രണ്ട് പേരുടെ പേരെന്താണെന്ന് അറിയോ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസ് എന്ന് പറഞ്ഞ ഡാഷ് ഇട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്, ബേസിക്കലി ജോൺ എന്നാണ് പേര്, സർനെയിം ഫുള്ളായിട്ട് കൊടുത്തില്ല, കാരണം ഇത് റിയൽ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ സർനെയിം നമ്മുടെ AJ ക്രോണിൽ നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവില്ല, ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ നെയിം കൊടുക്കാതെ, അപ്പോൾ ഒരു ഫുൾ നെയിം കൊടുക്കാതെ മിസ്റ്റർ ജോൺ എസ് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി മുതൽ ജോൺ എന്ന് വിളിക്കാം മൂപ്പര്. ജോൺ എസ് എന്ന് വേണ്ട, കാരണം എസിൻ്റെ അതിൻ്റെ വേറെ എന്തോ ഉണ്ടല്ലോ, നമുക്ക് അറിയില്ലല്ലോ അത്. അപ്പോൾ ജോൺ എന്ന് വിളിക്കാം. അപ്പോൾ മൂപ്പരുടെ പേര് എല്ലാവരും ലൈവ് ചാറ്റ് പറഞ്ഞ് ജോൺ എന്നാണ് മൂപ്പരുടെ പേര്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ ഫ്രം എ സ്മോൾ സബർബ് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് ഇവർ വരുന്നതെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, വെൻ അനദർ ഡേ പാസ്, ഒരു ദിവസം കൂടി കഴിഞ്ഞു, വിത്തൗട്ട് ഇവൻ, ഒന്നും സംഭവിച്ചിട്ടില്ല, ഈ മനുഷ്യൻ വെറുതെ നോക്കുന്നല്ലാണ്ട് ഒന്നും സംഭവിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു. ഐ ബിഗാൻ ടു ഫീൽ സർട്ടൻ ദാറ്റ് മിസ്റ്റർ എസ് എന്നാണ് പിന്നെ പറയുന്നത്, ബേസിക്കലി ജോൺ ആണ്, വുഡ് റിമെയിൻ ടു ഷൈ ടു ക്യാരി ഔട്ട് ഹിസ് ഒബ്വിയസ് ഡിസയർ ടു അപ്രോച്ച് മീ. അപ്പം നമ്മുടെ AJ ക്രോണിന് എന്ത് ഫീൽ ചെയ്തു, ഇയാൾ എന്താണ് ഭയങ്കര ഷൈ ആയിരിക്കും, അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് ഈ AJ ക്രോണിനെ കാണാനുള്ള അല്ലെ സംസാരിക്കാനുള്ള ഡിസയർ എന്താണ്, അത് നോക്കുന്നുണ്ടാവില്ല, മിക്കവാറും അവൻ വരില്ല, അവൻ ഭയങ്കര ഷൈ ആണെന്ന് പറഞ്ഞു, ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് മിക്കവാറും എന്നെ ഒന്ന് സംസാരിക്കില്ല എന്ന് AJ ക്രോൺ ഉറപ്പിച്ചു. ഹവർ, പക്ഷേ ഓൺ ആർ ഫൈനൽ ഈവനിങ് അറ്റ് ദ സീ, അതായത് നമ്മുടെ തിരിച്ച് ന്യൂയോർക്കിൽ നിന്ന് തിരിച്ച് ലണ്ടനിലേക്കാണ് പോകുന്നത്. അപ്പം ലണ്ടനിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ആ ഈവനിങ്ങിൽ മിസ്സിസ് എസ് ഡിസൈഡഡ് ദി മാസ്റ്റർ, അതായത് മിസ്റ്റർ ജോണിൻ്റെ വൈഫ് എന്ത് ചെയ്തു, കാര്യങ്ങൾ മുപ്പത്തിയുടെ കയ്യിലേക്ക് എടുത്തു. എന്ത് ചെയ്തു എന്നിട്ട്, വിത്ത് എ ഫേം പ്രഷർ ഓൺ ഹിസ് ഹാൻഡ്, മിസ്സിസ് ജോൺ എന്ത് ചെയ്തു, മിസ്റ്റർ ജോണിൻ്റെ കയ്യിൽ ഒരു ഇങ്ങനെ പിടിച്ചു. ആൻഡ് വിസ്പേർഡ് എ വേർഡ് ഇൻ ഹിസ് ഇയർ, എന്തോ ചെവിയിൽ പറഞ്ഞു. ഷീ ഏർജ് ഹെർ ഹസ്ബൻഡ് ടുവേർഡ്സ് മീ ആസ് ഐ പാസ്ഡ് അലോങ് ദി ഡെക്ക്. മൂപ്പര് നമ്മുടെ AJ ക്രോണിൻ ഡെക്കിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്താണ് നമ്മുടെ മിസ്സിസ് ജോൺ എന്ത് ചെയ്തു, മിസ്റ്റർ ജോണിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്തോ ചെവിയിൽ പറഞ്ഞു. എന്നിട്ട് നോക്കുമ്പോണ്ട് മിസ്റ്റർ ജോൺ എന്താണ് നമ്മുടെ AJ ക്രോണിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, കൈ പിടിച്ച് ദേ മനുഷ്യ ഇയാൾ ഇത് കൊണാക്കുമല്ലോ, നിങ്ങൾക്ക് അയാളോട് സംസാരിക്കണേ, ഇതേ ഉള്ളൂ ഒരു ദിവസം, ഇന്ന് പോയി സംസാരിച്ചിട്ട് നടക്കില്ല, മര്യാദ പോയി നടന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. പേടിച്ചിട്ട് നമ്മുടെ മിസ്റ്റർ ജോൺ എന്ത് ചെയ്തു, ഓടിപ്പോയിട്ട് AJ ക്രോണിനെ കാണാൻ വേണ്ടി തീരുമാനിച്ചു, സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി എന്താണ് അവർ തമ്മിൽ സംസാരിച്ചതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മീനിങ്സ് ഒക്കെ സെറ്റായെന്ന് വിചാരിക്കുന്നു. കുറച്ച് വാക്കുകൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, ഐഡിയാസ് ഒക്കെ സിമ്പിളാണ്, വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. എനിവേ നമുക്ക് നോക്കാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ജോൺ പറയാണ് AJ ക്രോണിനോട്, എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു അവസരം തരുമെന്ന് ചോദിക്കുകയാണ്. ഹി സ്പോക്ക് ഓൾമോസ്റ്റ് ബ്രെത്ത്ലെസ്ലി, ശ്വാസം കിട്ടാത്ത പോലെയാണ് സംസാരിക്കുന്നത്. എന്നാ പ്ലീസ് ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ.
offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. മിസ്റ്റർ ജോൺ എന്ത് ചെയ്തു? മൂപ്പരുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് AJ ക്രോണിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ മിസ്റ്റർ ജോൺ നോക്കുകയാണ്. മിസ്റ്റർ ജോൺ വിചാരിക്കുന്ന എന്താണ്, വിസിറ്റിംഗ് കാർഡ് കാണുമ്പോഴത്തേക്ക് AJ ക്രോണിന് ഇയാളെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. AJ ക്രോണിന് മൂപ്പരെ മനസ്സിലാവോ? നമുക്ക് നോക്കാം. Then as it plainly did not, അപ്പം AJ ക്രോണിന് മനസ്സിലായിട്ടൊന്നുമില്ല ഇതാരാണെന്ന്. He went on with the same awkwardness എന്ന് പറഞ്ഞാൽ ഒരു ചമ്മിയ ഭാവം. അപ്പം AJ ക്രോണിന് ഈ വിസിറ്റിംഗ് കാർഡ് കണ്ടിട്ട് മനസ്സിലായൊന്നുമില്ല. നമ്മുടെ മിസ്റ്റർ ജോൺ വിചാരിച്ച് ഈ വിസിറ്റിംഗ് കാർഡ് കാണുമ്പോഴത്തേക്ക് AJ ക്രോണിന് മനസ്സിലായി, ഹേ മൈ ദോസ്ത് അമീഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ചു. പക്ഷേ നമ്മുടെ AJ ക്രോണിന് മനസ്സിലായില്ല. അതുകൊണ്ട് കുറച്ചൊരു ഓക്വേർഡ് ആയിട്ടുള്ള ഫീലിംഗ് വന്നു, ഒരു ചമ്മിയ ഒരു എംബാരസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇഫ് യു കുഡ് സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ്, തങ്ങളുടെ അടുത്ത് ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ മിസ്റ്റർ ജോൺ പറയാണ്, മൈ വൈഫ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. ഞാനും എൻ്റെ വൈഫിനും കൂടെ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ AJ ക്രോണിന് പേടിയായി, ഞാൻ വല്ല പണ്ട് ട്രീറ്റ് ചെയ്തിട്ട് കൊളായ പേഷ്യൻ്റ് ആണോ എന്നല്ല പേടിച്ചിട്ടുണ്ടാവും. എന്തായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നല്ല കാര്യം നമുക്ക് നോക്കാം. A moment later, I was occupying the vacant chair beside them. AJ ക്രോൺ എന്ത് ചെയ്തു? അവരുടെ സൈഡിൽ കൂടി ഇരുന്നു സമാധാനമായിട്ട്. ഹോൾട്ടിംഗ്ലി എന്ന് പറഞ്ഞാൽ മുക്കിയും കൂടി ഇങ്ങനെ നിർത്തി നമ്മൾ സംസാരിക്കില്ലേ, ഒരു കാര്യം ഇങ്ങനെ പേടിച്ച് സംസാരിക്കുമ്പോൾ. ഹി ടോൾഡ് മീ, മിസ്റ്റർ ജോൺ പറഞ്ഞു, ദാറ്റ് ദിസ് ഹാഡ് ബീൻ ദെയർ ഫസ്റ്റ് വിസിറ്റ് ടു അമേരിക്ക. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ അമേരിക്കൻ വിസിറ്റ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു വരുന്ന ഷിപ്പിലാണ് ഇവരുള്ളത്. അപ്പം മിസ്റ്റർ ജോൺ പറയാണ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ പോയി തിരിച്ചു വരുന്നതെന്ന് പറയണം. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ഹോളിഡേ ട്രിപ്പ്. ഇതൊരു ഹോളിഡേ ട്രിപ്പ് അല്ലായിരുന്നു. ഹോളിഡേ ട്രിപ്പ് ആയിരുന്നു, പക്ഷെ പൂർണ്ണമായൊരു ഹോളിഡേ ട്രിപ്പ് അല്ലായിരുന്നു. എന്തായിരുന്നു അപ്പോൾ ശരിക്കും? ദേ ഹാഡ് ബീൻ മേക്കിംഗ് എ ടൂർ ഓഫ് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ്, ഇൻസ്പെക്ടിങ് മെനി ഓഫ് ദ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ ദെയർ. അവരെന്ത് ചെയ്യായിരുന്നു? അവർ ഒരു ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ്. എന്താണ് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്? അപ്പം നിങ്ങൾ വിചാരിക്കുക, സാർ ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്പിലുള്ള, ഇത് അമേരിക്കയുടെ കാര്യമല്ല. അപ്പം ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് അമേരിക്കയിലെ. അപ്പോൾ അമേരിക്കയിലെ മെയിൻ ന്യൂ ഹാംഷെയർ, വെർമോൺ, മാസാച്യുസെറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, MIT മാസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, റോഡ് ഐലൻഡ്, കനറ്റിക്കറ്റ് ഒക്കെ, ഇതൊക്കെ കൂടിയിട്ടാണ് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അമേരിക്കയിലെ കുറച്ച് സ്റ്റേറ്റ്സ് ആണ്. ആ സ്റ്റേറ്റ്സിൽ ഇവർ എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? ദേ ഹാഡ് ബീൻ മേക്കിംഗ് എ ടൂർ. അതിങ്ങനെ പോയിട്ട് വിസിറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻസ്പെക്ടിങ്. എന്തോ ഇൻസ്പെക്ട് ചെയ്യാണ്. എന്താണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്? മെനി ഓഫ് ദ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ. അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഉണ്ടാവും. സമ്മറിൽ അവർക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ക്യാമ്പുകളിൽ, നമ്മുടെ നാട്ടിലുള്ള പോലെ. അപ്പോൾ അങ്ങനത്തെ ക്യാമ്പുകളൊക്കെ ഇവർ പോയി ഇൻസ്പെക്ട് ചെയ്യായിരുന്നു. എന്തിനായിരിക്കും നമുക്ക് നോക്കാം. Afterwards, they had visited settlement houses in New York and other cities to study the methods employed in dealing with the cases of backward, maladjusted and delinquent youth. ഇതിനുശേഷം അവരെന്ത് ചെയ്തു? അവർ സെറ്റിൽമെന്റ് ഹൗസസ് പോയി. സെറ്റിൽമെന്റ് ഹൗസസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ പേരൻസ് ഇല്ലാത്ത കുട്ടികളെയോ അല്ലെങ്കിൽ പേരൻസ് ഉപേക്ഷിച്ച കുട്ടികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ജയിലിലൊക്കെ എൻഡപ്പ് ചെയ്ത ജയിലിലൊക്കെ എൻഡപ്പ് ചെയ്ത കുട്ടികളൊക്കെ പിന്നീട് ആരും നോക്കാനില്ലെങ്കിൽ അവരെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് സെറ്റിൽമെന്റ് ഹൗസസ്. അപ്പോൾ പൊതുവെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് സെറ്റിൽമെന്റ് ഹൗസ്. ഇവരെന്തിനായിരിക്കും അവിടെ പോയത്? അതായത് അമേരിക്കയിലെ സെറ്റിൽമെന്റ് ഹൗസസിൽ എങ്ങനെയാണ് അവർ കുട്ടികളെ കെയർ ടേക്ക് ചെയ്യുക, അവരെങ്ങനെയാണ് കുട്ടികളെ നോക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആഫ്റ്റർവേർഡ്സ് ദേ ഹാഡ് വിസിറ്റഡ് സെറ്റിൽമെന്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക് ആൻഡ് അതർ സിറ്റീസ് ടു സ്റ്റഡി ദ മെത്തേഡ്സ്. എന്ത് മെത്തേഡ്സിലാണ്? എംപ്ലോയിഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ്, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള പൂറർ ഫാമിലി എന്നുള്ള, മാൽ അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഫെയിലിംഗ് ഓർ അൺഎബിൾ ടു കോപ്പ് വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് നോർമൽ സോഷ്യൽ എൻവയോൺമെന്റ്. അതായത് സാധാരണ സോഷ്യൽ ലൈഫ് ലീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. കാരണം ചെറുപ്പത്തിലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ട്രോമ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായിട്ടോ ഒക്കെ പിന്നീട് സാധാരണ ഒരു ജീവിതം നയിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ. ആൻഡ് ഡെലിങ്ക്വന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ക്രൈമുകളൊക്കെ കാണിച്ച് ജുവനൈൽ കോർട്ടിലൊക്കെ, ജുവനൈൽ കോടതിയിലൊക്കെ ഇങ്ങനെ, കോടതിയിലെ ജുവനൈൽ പ്രിസണിലൊക്കെ എൻഡപ്പ് ചെയ്ത കുറച്ച് ചെറിയ സമയത്തൊക്കെ കുട്ടിയാകുമ്പോൾ ക്രൈമൊക്കെ കാണിച്ച് അങ്ങനത്തെ കുട്ടികളുണ്ടാവും. അതിനെ ഡെലിങ്ക്വന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡെലിങ്ക്വന്റ് അഥവാ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള യൂത്തിനെയൊക്കെ പാർപ്പിക്കുന്ന സെറ്റിൽമെന്റ് ഹൗസസിൽ അമേരിക്കക്കാരെങ്ങനെയായിരുന്നു അവരെ ഡീൽ ചെയ്യുന്നത്, അവരെ ട്രീറ്റ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പിൾ എന്ത് ചെയ്തത്? അമേരിക്കയിൽ വന്നത്. ഇത്ര കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്ര കാര്യങ്ങൾ മനസ്സിലായി. അപ്പം നമുക്ക് ബേസിക്കലി ഒരു ഐഡിയ കിട്ടിയെന്ന് വെച്ചാൽ ഈ കപ്പിൾ എന്താണ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ, വെറുതെ ഹോളിഡേ മൂഡിന് വന്നതല്ല. അവർ കുറച്ച് സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അമേരിക്കയിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത് പഠിക്കാനും അത് അവരുടെ ലണ്ടനിൽ പോയിട്ട് യൂസ് ചെയ്യാനൊക്കെ വന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ AJ ക്രോണിനോട് എന്തിനാണ് പറയേണ്ട ആവശ്യം?
നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ മിസ്സായിട്ടുള്ളതൊന്നും എല്ലാം ഓക്കെ അല്ലേ? റെഡി. There was in his voice and manner, indeed in his whole personality. അദ്ദേഹത്തിൻ്റെ വോയിസിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും മാത്രമല്ല അയാളുടെ പേഴ്സണാലിറ്റി തന്നെ എ ജെനുവിൻ എന്തൂസിയാസം ദാറ്റ് വാസ് ഡിസാർമിങ്. ഡിസാർമിങ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് സമ്മൺ ലൈക്ക് യു. അപ്പം ഈ ഒരു മിസ്റ്റർ ജോണിൻ്റെ സംസാരത്തിലും അയാളുടെ ശബ്ദത്തിലും അയാളുടെ മാനറിസത്തിലും പേഴ്സണാലിറ്റിയിലൊക്കെ ഒരു ജെനുവിൻ എന്തൂസിയാസം ഉണ്ടായിരുന്നു. അയാൾ വെറുതെ ഇങ്ങനെ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നില്ല. റാദർ അയാൾ ഭയങ്കര ജെന്യൂൻ ആയിട്ട് സംസാരിക്കുന്ന പോലെയാണ് ആർക്ക് തോന്നിയത്? നമ്മുടെ AJ ക്രോണിന് തോന്നിയത്. അതുകൊണ്ട് അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഡിസാർമിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഭയങ്കര നമുക്ക് പെട്ടെന്ന് ഇഷ്ടമാവും ഒരാൾക്കാരെ, അല്ലേ? അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു നമ്മുടെ മിസ്റ്റർ ജോൺ സംസാരിച്ചത്. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. ഇൻസ്റ്റിങ്ക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ, നമ്മൾ കുറെ ചിന്തിക്കാതെ തന്നെ അല്ലെ പ്ലാൻ ചെയ്യാതെ തന്നെ നമുക്ക് ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ നമ്മൾ പറയും ഐ ലൈക്ഡ് ഇറ്റ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. അപ്പം ഇയാൾ എന്ത് ചെയ്തു? നമ്മുടെ AJ ക്രോണിന് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഇഷ്ടമായി, കുറെ ചിന്തിക്കാതെ തന്നെ ഇഷ്ടമായി, നമ്മുടെ ഇഷ്ടമായി അങ്ങോട്ട്, ഇത്രേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യനിങ് ഫർദർ. കൂടുതൽ കാര്യം AJ ക്രോണിന് ചോദിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഐ ലേൺ ദാറ്റ് ഹി ആൻഡ് ഹിസ് വൈഫ് ഹാഡ് ബിൻ ആക്റ്റീവ് ഫോർ ദി പാസ്റ്റ് 15 years ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. അപ്പം യുവജനങ്ങളെ നോക്കാനും പരിപാലിക്കാനും അതുപോലെ ഈ മാലഡ്ജസ്റ്റഡും ഡെലിക്വൻ്റ് ആയിട്ടുള്ള യൂത്തിനെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു വെൽഫെയർ പരിപാടിയിൽ അഥവാ സോഷ്യൽ സർവീസിൽ ഇവർ രണ്ടുപേരും മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ 15 വർഷമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണത്. ഹി വാസ് ബൈ പ്രൊഫഷൻ, നമ്മുടെ മിസ്റ്റർ ജോൺ വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ. സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലൊക്കെ ഒരു ലോയറിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ ഒരു ലോയർ ആയിരുന്നു, ഒരു വക്കീലായിരുന്നു. ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് കോർട്ട്സ്, പക്ഷേ ഈ കോർട്ടിലെ പ്രാക്ടീസിൻ്റെ പുറമെ he found time to act as director of charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of the law. അപ്പോൾ ഈ വക്കീൽ ജോലിക്ക് പുറമെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്താ ചെയ്തത്? അത് ബോയ്സ് ആൻഡ് ഗേൾസിനെ നോക്കി. ഏത് ബോയ്സ് ആൻഡ് ഗേൾസിനെ? ബാൻ ഓഫ് ലോയിൽ വന്ന്, അതായത് എന്തെങ്കിലുമൊക്കെ ക്രൈമൊക്കെ ചെയ്ത് ഈ സെറ്റിൽമെൻറ്റ് ഹൗസസിലായിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതും അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനുള്ളിൽ കുത്തിക്കയറ്റാം. അയാൾ ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളായിരുന്നു, സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ്സ് നിന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അതേസമയം അതൊരു സോളിസിറ്റർ ആയിരുന്നു, ഒരു ലോയറും ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. ഇതുവരെ ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ AJ ക്രോണിന് മനസ്സിലായി. ഇനി എന്താണ്? ആസ് ഹി സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ് ഐ ഗോട്ട് എ വിവിഡ് എന്ന് പറഞ്ഞാൽ വളരെ വിശദമായ, ഭയങ്കര വിശദമായ പിക്ചർ ഓഫ് ദ വർക്ക് ദീസ് ടു പീപ്പിൾ വെർ ഡൂയിങ്. ഇവർ ചെയ്യുന്ന വർക്കിനെ പറ്റി നല്ലൊരു ധാരണ ആർക്ക് കിട്ടി? AJ ക്രോണിന് കിട്ടി. ഐ ലേൺഡ് ഹൗ ദേ ടുക്ക് ഡെറിലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട അഡോളസൻസ് ആണ് യൂത്ത് from the juvenile courts and placing them in healthy environment, healed them in mind and body and sent them back into the world. അപ്പം നമ്മുടെ AJ ക്രോണിന് ഭയങ്കര ഇഷ്ടമായി. എന്താണ് ഇഷ്ടമായത്? ഇവർ ഈ ഉപേക്ഷിക്കപ്പെട്ട യൂത്തിനെ ജുവനൈൽ കോർട്സിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് അവരൊരു ഹെൽത്തി എൻവയോൺമെന്റ് ഇട്ടിട്ട് അവരുടെ ബോഡിയും മൈൻഡൊക്കെ ഹീൽ ചെയ്തിട്ട് അവർ മെൻ്റലിയും ഫിസിക്കലിയൊക്കെ അവർ ഹീൽ ചെയ്ത് തിരിച്ച് ലോകത്തേക്ക് വിടുന്ന ഈ ഒരു പരിപാടി AJ ക്രോണിന് ഭയങ്കര ഇഷ്ടമായി. They were given training in a useful handicraft which made them fit to take their place as worthy members of the society അഥവാ കമ്മ്യൂണിറ്റി. അതായത് ഈ കുട്ടികളെ വെറുതെ ഇങ്ങനെ ഈ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നിട്ട് വെറുതെ ഇടല്ല ചെയ്യുന്നത്, അവരെ എന്തെങ്കിലുമൊക്കെ സ്കില്ല് പഠിപ്പിക്കും, അല്ലെ? എന്തെങ്കിലും ഒരു ഹാൻഡിക്രാഫ്റ്റ് പഠിപ്പിച്ചിട്ട് നാളെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ബേസിക്കലി അവരെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തിട്ടാണ് തിരിച്ച് ലോകത്തിലേക്ക് വിടുക. ഓക്കെ, ആ കാര്യം ഓർത്ത് വെച്ചോളൂ. ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ എന്ന് പറഞ്ഞാൽ കടം വീട്ടൽ. ദാറ്റ് സ്റ്റിർഡ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഹൃദയം കവിയുന്ന രീതിയിലുള്ള വർക്കായിരുന്നു എന്ന് AJ ക്രോണിന് തോന്നി. ആൻഡ് ഐ ആസ്ക്ഡ് വാട്ട് ഹാഡ് ഡിറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ടു ദിസ് ചാനൽ. അപ്പോൾ AJ ക്രോണിന് ചോദിച്ചു, ഓക്കെ ശരി, ഇതൊക്കെ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? എന്താണ് താങ്കളെ മോട്ടിവേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മൂപ്പർ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ മിസ്റ്റർ ജോണിൻ്റെ ബാക്ക് സ്റ്റോറി കേൾക്കാൻ പോവാണ്. ഓക്കെ, ബാക്ക് സ്റ്റോറിയിലേക്ക് വരാം. ദ ക്വസ്റ്റ്യൻ ഹാഡ് എ സ്ട്രേഞ്ച് എഫക്റ്റ് അപ്പോൺ ഹിം. ഇത് കേട്ടപ്പോഴത്തേക്ക് അയാൾ എന്തോ ഇങ്ങനെ കുറച്ച് ഓക്വേർഡായി, ഇങ്ങനെ ഭയങ്കര എന്തോ പോലെ ആയിപ്പോയി. ഹി ടുക്ക് എ ഷാർപ്പ് ബ്രെത്ത് ആൻഡ് എക്സ്ക്ലെയിം. എന്നിട്ട് ഒച്ചയ്ക്ക് ഷൗട്ട് ചെയ്തു, യു സ്റ്റിൽ ഡോണ്ട് റിമെമ്പർ മീ? നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയില്ലേ? എന്ത് മനുഷ്യനാണോ താങ്കൾ? ഇത്രയും പറഞ്ഞിട്ടും തനിക്ക് എന്നെ ഓർമ്മ വരുന്നില്ലേ?
ഐ ഷുക്ക് മൈ ഹെഡ്. AJ Cronin പറഞ്ഞു അറിയില്ല, സോറി. ടു ദി ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ് ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് സീൻ ഹിം ബിഫോർ. AJ Cronin ആലോചിച്ചു, എൻ്റെ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ്, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഇയാളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ മിസ്റ്റർ ജോൺ പറയുകയാണ്, താങ്കളുമായിട്ട് എന്താണ് മീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. ഹി വെൻറ്റ് ഓൺ അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ്. അപ്പോൾ മൂപ്പര് ഭയങ്കര എന്താ എക്സൈറ്റഡ് ആയി പറയാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈ സെൽഫ് ടു ഡു സോ. പക്ഷെ എനിക്കൊരിക്കലും അത് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടിയില്ല. ദെൻ ബെൻഡിങ് നിയർ ഹി സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ടെൻസ്ലി ഇൻ മൈ ഇയർ. അപ്പം അടുത്ത് വന്നിട്ട് ചെവിയിൽ എന്തോ കാര്യം പറഞ്ഞു. അറ്റ് ദാറ്റ് സ്ലോലി ദ വെയിൽസ് പാർട്ടഡ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു മറ, നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ അല്ലെ മുഖത്തൊക്കെ ഇങ്ങനെ കല്യാണത്തിൻ്റെ സമയത്ത് ഇടുന്ന മറയില്ല, ആ മറ എന്ത് ഇങ്ങനെ തുറന്നു. ബേസിക്കലി മുടിയിലും മുഖത്തിടുന്ന മറയല്ല, ബേസിക്കലി നമ്മുടെ AJ Croninൻ്റെ ഓർമ്മ എന്ന തുറക്കപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താ ഓർമ്മ വന്നത്? മൈ തോട്ട്സ് സ്പെഡ് ബാക്ക്. സ്പെഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പെഡ്. അപ്പോൾ സ്പെഡ് ബാക്കോട് പെട്ടെന്ന് പോയി. എ ക്വാർട്ടർ ഓഫ് സെഞ്ചുറി. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4, സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100. 1/4 ഓഫ് 100 എന്ന് പറഞ്ഞാൽ 25 വർഷം. 25 വർഷം മുൻപ് എൻ്റെ മെമ്മറി ബാക്കോട്ട് പോയി. 25 വർഷം മുമ്പ് എന്താ സംഭവിച്ചത്? ആൻഡ് വിത്ത് എ സ്റ്റാർട്ട് ഐ റിമെമ്പേർഡ് ദി സോൾ ഒക്കേഷൻ. സോൾ എന്ന് പറഞ്ഞാൽ ഏകമായ ഒരു സിംഗിൾ ഒക്കേഷൻ വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ. അപ്പോൾ ഏതാണ്ട് 25 വർഷം മുൻപ് നടന്നൊരു മെമ്മറി ഉണ്ടായിരുന്നു ഈ AJ Croninൻ്റെ മനസ്സിൽ. അതിലേക്ക് പെട്ടെന്ന് നമ്മുടെ AJ Croninൻ്റെ മനസ്സ് പോയി. അപ്പം AJ Cronin ഓർമ്മ വന്നു ഏത് ഇൻസിഡൻറ്റിലാണ് നമ്മുടെ മിസ്റ്റർ ജോണിനെ AJ Cronin ഓർമ്മയുള്ളത്. ഏത് ഇൻസിഡൻറ്റിനാണ് നമുക്ക് നോക്കാം. കമോൺ. അപ്പോൾ ഇനി AJ Cronin അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് ആണ് പറയുന്നത് കേട്ടോ. AJ Cronin പണ്ട് ചെറുപ്പത്തിൽ ഒരു ഡോക്ടർ ആയുള്ള സമയത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. I was a young doctor at that time and had just set up a practice in a working class district of London. അപ്പോൾ മൂപ്പര് AJ Cronin പണ്ട് ലണ്ടനിൽ ജസ്റ്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കഥയാണ് പറയുന്നത്. ഓൺ എ ഫോഗി നവംബർ നൈറ്റ്. ഫോഗി എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞൊക്കെ മൂടിയ, അപ്പോൾ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. നവംബർ നൈറ്റ് ബേസിക്കലി നമ്മുടെ വിൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ ഡിസംബർ വിൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടുവേർഡ്സ് 1 o'clock, ഏതാണ്ട് രാത്രി 1 മണിയായിട്ടുണ്ടാവും. ഭയങ്കര തണുപ്പാണ്, ഫോഗിയാണ്, ഒന്നും കാണാൻ പറ്റില്ല. നവംബർ ആണ്, രാത്രി 1 മണിയാണ്. ഐ വാസ് അവേക്കൻഡ് ബൈ എ ലൗഡ് ബാങ്കിങ് ഓൺ ദ ഡോർ. ഡോറിൽ ആരോ ടട്ടടെന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ AJ Cronin എണീറ്റു. ഹറിഡ്ലി, പെട്ടെന്ന് ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ്, എടുത്ത് കുറച്ച് ഡ്രസ്സ് ഇട്ടു. ആൻഡ് വെൻ ഡൗൺ സ്റ്റെയറിൽ പോയി ഈ ഡോറിൽ ആരാ മുട്ടുന്ന നോക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് എ സർജന്റ് ഓഫ് പോലീസ്. പോലീസിലെ ഒരാളായിരുന്നു, ഒരു പോലീസുകാരനായിരുന്നു. ഇൻ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ് ആൻഡ് കേപ്പ്. ഡ്രിപ്പിംഗ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഹെൽമെറ്റ്, കേപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബാറ്റ്മാൻ ഒക്കെ ഇടുന്ന പോലെ സാധനമല്ലേ. അപ്പോൾ പണ്ടത്തെ ബ്രിട്ടീഷ് പോലീസുകാരൊക്കെ അങ്ങനത്തെ സാധനം ഇട്ടിട്ടാണ് നടക്കുക. അപ്പോൾ അതിലിങ്ങനെ ഒരു പോലീസുകാരൻ വന്നിരിക്കുകയാണ്. In dripping helmet and cape, mistily outlined on the doorstep. അപ്പം ഭയങ്കര മിസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു ഔട്ട്ലൈൻ മാത്രമേ കാണുന്നുള്ളൂ, ഫുള്ളായിട്ട് മുഖം കാണാൻ പറ്റുന്നില്ല. എ സൂയിസൈഡ് കേസ് ഹി ടോൾഡ് മീ. ഡോക്ടർ, ഒരു സൂയിസൈഡ് കേസ് ഉണ്ട്, പ്രശ്നമാണ്. അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഇൻ ദ ലോഡ്ജിങ്സ് അറൗണ്ട് ദ കോർണർ ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. ഇവിടെ ഒരു ലോഡ്ജിൽ ഈ നമ്മുടെ സ്ട്രീറ്റിൽ തന്നെ ഒരു സൂയിസൈഡ് കേസ് ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് വന്നേ പറ്റുള്ളൂ എന്ന് നമ്മുടെ പോലീസുകാരൻ ഡോക്ടറിനോട് പറഞ്ഞു. ഒബ്വിയസ്ലി യങ് ഡോക്ടറാണ്. മൂപ്പർ എന്ത് ചെയ്തു? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ഓടി. വി വാക്ക് ദ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ സൈലൻസ്. വളരെ സൈലന്റ് ആയിട്ടായിരുന്നു ഇവർ നടന്നത്. ഈവൻ ആർ ഫുഡ് സ്റ്റെപ്പ് മഫിൾഡ് ബൈ ദ ഫോഗ് ആൻഡ് ടേൺഡ് ഇൻ ടു ദ നാരോ എൻട്രൻസ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്. അവരുടെ ഫുഡ് സ്റ്റെപ്സ് മഫിൾഡ് ആയിരുന്നു. മഫിൾഡ് എന്ന് പറഞ്ഞാൽ ഒച്ചയില്ലാതെ. അപ്പോൾ ഈ ഫോഗും ഈ ഐസൊക്കെ കാരണം ഫുഡ് സ്റ്റെപ്സ് പോലും കേൾക്കുന്നില്ല. അപ്പോൾ അത്രയും സൈലൻസിലായിരുന്നു ഇവിടെ ഇത് നടന്ന് എവിടെ എത്തി? നാരോ എൻട്രൻസ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്. ഒരു ഓൾഡ് ബിൽഡിങ്ങിൻ്റെ വാതിൽക്കലെത്തി. ആസ് വി മൗണ്ടഡ് ദി ക്രീക്കിംഗ് സ്റ്റെയർ കേസ്. ക്രീക്കിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സൗണ്ട് മെയ്ഡ് ബൈ ഓൾഡ് ഡോർ. ബേസിക്കലി നമ്മൾ പഴയ ഡോറോ അല്ലെ പഴയ വാതിലൊക്കെ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് പഴയ സ്റ്റെയർ കേസ് കയറുമ്പോൾ എന്നൊരു സൗണ്ട് കേട്ടില്ല, അതിന് ക്രീക്കിംഗ് സൗണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ ആ ക്രീക്കിംഗ് സ്റ്റെയർ കേസിലൂടെ ഇവർ നടന്ന് പോവാണ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്. ആസ് വി മൗണ്ടഡ് ദി ക്രീക്കിംഗ് സ്റ്റെയർ കേസ് മൈ നോസ്ട്രിൽസ് വെർ സ്റ്റങ് ബൈ ദ സിക്ക് സ്വീറ്റ് ഓർഡർ ഓഫ് ഇല്ലുമിനേറ്റിംഗ് ഗ്യാസ്. അപ്പോൾ മുകളിൽ കയറി പോകുമ്പോൾ തന്നെ എന്തോ ഒരു സ്റ്റിങ്കിങ് ഗ്യാസിൻ്റെ മണം AJ Cronin മണത്തു. അപ്പം മനസ്സിലായി സംഭവം എന്തായിരിക്കും? ആരോ ഗ്യാസ് തുറന്നു വിട്ടിട്ട് സൂയിസൈഡ് നോക്കിയതായിരിക്കും. ഓൺ ദ അപ്പർ സ്റ്റോറി, മുകളിലത്തെ സ്റ്റോറി, ദി അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി. ഒരു ലാൻഡ് ലേഡി ഉണ്ടായിരുന്നു. അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മനോവിഷമം കൊണ്ട് അങ്ങനെ വെപ്രാളത്തിലും. അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി ഷോഡ് us to a bare little attic. ആറ്റിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മച്ച് ഉണ്ടായിരുന്നു. വേർ സ്ട്രെസ്ഡ് ഓൺ എ നാരോ ബെഡ് ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ. അപ്പം അവിടെ എന്താണ്, മച്ചിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പോയപ്പോൾ ഒരു ലാൻഡ് ലേഡി എന്ത് ചെയ്തു? ഒരു
യങ് മാൻ എന്ത് ചെയ്തു, ബെഡിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. സംഭവം എന്താണ്, ഇവൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിച്ചത്. ഓൾദോ അപ്പാരൻ്റ്ലി ലൈഫ്ലെസ്, അപ്പാരൻ്റ്ലി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് നോക്കുമ്പോൾ എന്താണ്, ജീവനില്ലാന്ന് തോന്നും. There remained the barest chance that the youth was not quite beyond recall. Barest എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ചാൻസ് ഉണ്ടായിരുന്നു, that the youth was not quite beyond recall. അത് തിരിച്ചു വരാനുള്ള ഒരു ചെറിയ ചാൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടറിന് മനസ്സിലായി. With the sergeant's help, പോലീസുകാരൻ്റെ ഹെൽപ്പോടുകൂടെ ഐ ബിഗാൻ ദ വർക്ക് ഓഫ് റിസസിറ്റേഷൻ. റിസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ബ്രിങ്ങിങ് ബാക്ക് ടു ലൈഫ്, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള CPR കാര്യങ്ങളൊക്കെ എന്തോ പ്രോസസ്സ് ഉണ്ടാവും, അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ തുടങ്ങി. ഫോർ ആൻ എൻറ്റയർ അവർ, 1 മണിക്കൂർ വി ലേബേർഡ് വിത്തൗട്ട് സക്സസ്. ഒരു സക്സസ്സും ഇല്ലാതെ ഇവനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ എന്ത് ചെയ്തു, ഇവർ കഷ്ടപ്പെട്ടു. ഡിസ്പൈറ്റ് അവർ മോസ്റ്റ് സ്ട്രെനുവസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ട് കൂടിയ, സ്ട്രെനുവസ് എന്ന് പറഞ്ഞാൽ എഫേർട്ട് കൂടിയ. മക്കൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇവിടെ കുറേ പുതിയ വാക്കുകൾ നിങ്ങൾ പഠിക്കുന്നില്ലേ, അതൊക്കെ നിങ്ങൾ ആക്ച്വലി പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്താ കാര്യം, ഈ AJ ക്രോണിൻ്റെ കഥ പഠിക്കാൻ വേണ്ടിയിട്ടാണോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മക്കൾ എത്രയേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് 10ാം ക്ലാസ്സിലും +1ലും +2ലൊക്കെ പഠിക്കുന്നത് നിങ്ങൾ ഈ AJ ക്രോണിൻ്റെ പോലത്തെ കുറേ ആൾക്കാരുടെ കഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൊക്കാബുലറി, നിങ്ങളുടെ ഇംഗ്ലീഷ് യൂസേജ്, നാളെ നിങ്ങൾ ഇംഗ്ലീഷ് എവിടെ പോയാലും നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും, ഏത് ഫീൽഡിനാണെങ്കിലും, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? പ്രൈമറിലി ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളെ പരീക്ഷ നടക്കുന്നതും ഇതൊക്കെ കണ്ടാൽ തോന്നും എന്താണ്, ചാപ്റ്റർ പഠിക്കാനും പിന്നെ ആർക്കും വേണ്ടാത്ത ഇമെയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈ ഇമെയിലൊക്കെ ആരെങ്കിലും പരീക്ഷ പേപ്പറിൽ എഴുതുമോ? ഒന്നാമത് അതില്ല. മാത്രമല്ല ഇമെയിലൊക്കെ ഇനിയുള്ള കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് ChatGPTയും കാര്യങ്ങളൊക്കെയാണ് എഴുതുക. ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ ലാംഗ്വേജ് അറിയണം, പക്ഷെ അതൊന്നും ആയിരിക്കില്ല മെയിൻ. ചാപ്റ്ററിൻ്റെ കണ്ടന്റ് ഒന്നും ആയിരിക്കില്ല മെയിൻ, ക്യാരക്ടർ സ്കെച്ച് ഒന്നും ആയിരിക്കില്ല മെയിൻ. മെയിനായിട്ട് എന്താണ്, നിങ്ങൾ ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ ഇതിലെ പുതിയ പുതിയ വാക്കുകൾ എങ്ങനെയാണത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സെൻറ്റൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ ഇങ്ങനെ ക്യാരക്ടർ സ്കെച്ചും ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, എന്തായാലും വായിച്ച് പോകല്ലേ. അപ്പോൾ ഇതുപോലത്തെ വാക്കുകളൊക്കെ നോക്കി വെക്കുക. റിസസിറ്റേഷൻ ആയിക്കോട്ടെ, സ്ട്രെനുവസ് ആയിക്കോട്ടെ, ഇമ്പോർച്ചുനേറ്റ് ആയിക്കോട്ടെ. എന്നിട്ട് അതൊക്കെ നാളെ ചാടി കയറി ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ വേണ്ടിയില്ല, പക്ഷെ അതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. നാളത്തെ ഇങ്ങനത്തെ ഒരു ബുക്ക് വായിക്കുമ്പോഴോ, നോവൽ വായിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് വായിക്കുമ്പോഴോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിലെ വാക്കുകളൊക്കെ മനസ്സിലാക്കാനുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കണം. അപ്പം ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ട്രെനുവസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എഫേർട്ട് എടുത്തുകൊണ്ട്, ഓക്കെ, സ്ട്രെനുവസ് എക്സേർഷൻ ഇറ്റ് അപ്പിയർഡ് യൂസ്ലെസ്. അപ്പോൾ ഇവർ കഷ്ടപ്പെട്ട് ഇങ്ങനെ വളരെ എഫേർട്ട് ചെയ്തെങ്കിലും അതൊന്നും എന്താണ് വലിയ ഉപകാരം തോന്നിയില്ല അവർക്ക്, കാരണം ഇവൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നില്ല. ദെൻ പക്ഷേ ആസ് വി വർ അബൌട്ട് ടു ഗിവ് അപ്പ്, ഞങ്ങൾ വിട്ടുകൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആ നിമിഷം കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ദെയർ ബ്രോക്ക് ഫ്രം ദി പേഷ്യൻ്റ് എ ഷാലോ കൺവൾസീവ് ഗ്യാസ്പ് എന്ന് അവരുടെ സൗണ്ട് എന്ത് ചെയ്തു, ഈ ചെക്കൻ ഉണ്ടാക്കി. ഹാഫ് ആൻ അവർ ഓഫ് റീഡബിൾഡ് എഫേർട്സ്. ഇപ്പോൾ ഡബിൾ പവർ എന്ത് ചെയ്തു, ഇവർ ഒരു അരമണിക്കൂറും കൂടി പിടിച്ചു. ആൻഡ് വി ഹാഡ് ദ യൂത്ത് സിറ്റിംഗ് അപ്പ്, ചെക്കൻ എണീറ്റ് നിന്നു. ഗേസിങ് അറ്റ് എസ് ഡേസെറ്റ്ലി, ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, കിളി പോയ പോലെ ഞാനിത് എവിടെയാണ്. സ്ലോലി ഹി സീം ടു ബി റിയലൈസിങ് ദ ഹൊറർ ഓഫ് ദ സിറ്റുവേഷൻ. മെല്ലെ മെല്ലെ അവന് മനസ്സിലായി, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതായിരുന്നു, എന്നെ ആരോ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള സിറ്റുവേഷൻ അവന് മനസ്സിലായി. ഓക്കെ, അങ്ങനെ മിഷൻ സക്സസ്ഫുൾ ആയി. ഇനി ഈ ചെക്കൻ പറഞ്ഞുതരാൻ പോവാണ് ഈ ചെക്കനെ എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നതെന്ന് പറയണ്ടേ, കാരണം ഇവർ രക്ഷിച്ചല്ലേ. അപ്പോൾ ഇനി പറയാൻ പോണേ എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ആസ് ഹി റീഗെയിൻഡ് സ്ട്രെങ്ത് ഹി ടോൾഡ് us his story. ഇവൻ്റെ കഥ പറയാൻ തുടങ്ങി. ഇവർ ചോദിച്ചിട്ടായിരിക്കും, ചോദിക്കാതെ ചിലപ്പോൾ കഥ പറയുണ്ടാവില്ലോ, ഒരു രസം ഉണ്ടാവില്ലല്ലോ. ചോദിച്ചപ്പോൾ കഥ പറഞ്ഞിട്ടുണ്ടാവും. ഹിസ് പേരൻസ് were dead. അവന് പേരൻസ് മരിച്ചുപോയി. ആൻഡ് അങ്കിൾ ഹാഡ് ഫൗണ്ട് ഹിം ഇൻ എ പൊസിഷൻ ആസ് എ ക്ലർക്ക് ഇൻ എ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. അപ്പോൾ ലണ്ടനിലെ ഒരു ലോയറിൻ്റെ ഓഫീസിൽ ക്ലർക്കിൻ്റെ ജോലി ഇവൻ്റെ അങ്കിൾ ഇവന് വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ടോ ഹി ഹാഡ് ബീൻ ഇൻ ദ സിറ്റി ഓൺലി 6 months. 6 മാസമായിട്ട് ഇവൻ ഇവിടെ ലണ്ടനിൽ എത്തിയിട്ടുള്ളൂ. അട്ടർലി ഫ്രണ്ട്ലെസ്, ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഹി ഹാഡ് ഫോളൻ വിക്ടിം ടു ദി ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്സ്. അപ്പോൾ സ്ട്രീറ്റ്സിലെ കുറച്ച് വേണ്ടാത്ത കാര്യങ്ങളിൽ മൂപ്പർ എന്താണ് പെട്ടുപോയി. ഹാഡ് മെയ്ഡ് ബാഡ് കമ്പാനിയൻസ് ആൻഡ് ലൈക്ക് എ യങ് ഫൂൾ ഈഗർ ടു ടേസ്റ്റ് പ്ലഷർ ഫാർ ബിയോണ്ട് ഹിസ് മീൻസ് ഹാഡ് ബിഗൺ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്. അപ്പോൾ കമ്പാനിയൻസ് ഒക്കെ എന്താണ്, കുറച്ച് മോശമായിരുന്നു, ബാഡ് കമ്പാനിയൻസ് ആയിരുന്നു പറയുന്നത്. ആൻഡ് ലൈക്ക് എ യങ് ഫൂൾ, അപ്പോൾ നമ്മുടെ യൂത്ത് സമയത്തിലെ 10, 18, 19 അല്ലെ, നിങ്ങളുടെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒരു പൊട്ട ബുദ്ധികളൊക്കെ പെട്ടെന്ന് തോന്നും. അപ്പോൾ യങ് ഫൂളിനെ പോലെ ഈഗർ ടു ടേസ്റ്റ് പ്ലഷർ ഫാർ ബിയോണ്ട് ഹിസ് മീൻസ്, അവന് താങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ അവന് പിടിച്ചാൽ കിട്ടാത്ത പ്ലഷർ
കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈഗർനെസ് കൊണ്ട് അല്ല അതിനോടുള്ള ഒരു ആർത്തി കൊണ്ട് ഹാഡ് ബിഗൺ ടു ബെറ്റ് ഓൺ ഹോർസസ്. അപ്പോൾ ഹോർസ് റേസുകളൊക്കെ പുറത്തൊക്കെ നടക്കും, ഭയങ്കര പൈസക്കാരൊക്കെയാണ് പൊതുവെ ചെയ്യുക. അപ്പോൾ ആ ഹോർസ് റേസിൽ നമുക്ക് ഹോർസിൻ്റെ മുകളിൽ നമ്മൾ ജയിക്കുന്ന പ്രഡിക്റ്റ് ചെയ്യുന്ന ഹോർസിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൈസ വെക്കാം. എന്നിട്ട് ഹോർസ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ പൈസ കിട്ടും, ഹോർസ് ജയിച്ചില്ലെങ്കിൽ നമ്മുടെ പൈസ പോകും. അപ്പോൾ ഹോർസ് റേസ് ബെറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ ബെറ്റിംഗ് ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ പൈസ വെക്കാൻ തുടങ്ങി. സൂൺ ഹി ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് സ്മോൾ സേവിങ്സ്. മെല്ലെ എന്ത് ചെയ്തു, അവൻ്റെ പൈസ മൊത്തം നഷ്ടപ്പെട്ടു. ഹാഡ് പ്ലെജ്ഡ് എന്ന് പറഞ്ഞാൽ പണയം വെക്കാം. ഹിസ് ബിലോങ്ങിങ്സ്, അതായത് അവൻ്റെ സാധനം എന്തൊക്കെ അവന് ബിലോങ്ങിങ്സ് ഉണ്ടോ അതൊക്കെ അവൻ പണയം വെച്ചിട്ട് അവൻ വീണ്ടും എന്ത് ചെയ്തു, ഗ്യാമ്പിൾ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഓഡ് ദി ബുക്ക് മേക്കർ എ ഡിസാസ്റ്റർ എമൗണ്ട്. ബുക്ക് മേക്കർ എന്ന് പറഞ്ഞാൽ ഈ ബെറ്റിംഗ് സെറ്റ് ചെയ്യുന്ന ആൾ, ആ സെറ്റ് ചെയ്യുന്ന ആൾക്ക് എന്താണ് കുറേ പൈസ ഇവൻ കൊടുക്കാനുണ്ടായിരുന്നു, കടം കൊടുക്കാനുണ്ടായിരുന്നു. ഇൻ എൻ എഫേർട്ട് റീകൂപ്പ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കാം, നഷ്ടം തിരിച്ചു പിടിക്കാം. അപ്പം നഷ്ടം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്തു, ഇവൻ ലാസ്റ്റ് ഒരു ഗ്യാമ്പിൾ കളിക്കാൻ തീരുമാനിച്ചു. ഹി ഹാഡ് ടേക്കൺ എ സം ഓഫ് മണി ഫ്രം ദി ഓഫീസ് സേവ് ഫോർ എ ഫൈനൽ ഗ്യാമ്പിൾ. ഒരു ഫൈനൽ ഗ്യാമ്പിൾ ചെയ്തിട്ട് ആ പൈസ ഒക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി അവൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ്റെ ഓഫീസില്ലേ, സോളിസിറ്ററിൻ്റെ ലോയറിൻ്റെ ഓഫീസ്, അവിടുത്തെ സേഫിൽ നിന്ന് അവൻ പൈസ അടിച്ചു മാറ്റിയിട്ടാണ് അവസാനത്തെ ഗ്യാമ്പിൾ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്ത് പറ്റിയിട്ടുണ്ടോ അവസാനത്തെ ഗ്യാമ്പിളിൽ, അത് ചീറ്റിപ്പോയി. ദാറ്റ് ഹി അഷ്യോർഡ് വാസ് സർട്ടൻ ടു വിൻ. അവൻ വിചാരിച്ചെന്താണ്, അത് ഉറപ്പിച്ച് കിട്ടുമെന്ന് വിചാരിച്ചു. ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽ. പക്ഷേ ഈ ഒരു അവസാനത്തെ കണി എന്താണ്, അവന് നഷ്ടപ്പെട്ടു പോയി. അവനെന്താണ്, അവസാനത്തെ ഗ്യാമ്പിളും അവന് പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ടെറിഫൈഡ് ഓഫ് ദി പ്രോസിക്യൂഷൻ. ഇവനെന്താണ്, പൈസ അടിച്ചു മാറ്റിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം പ്രോസിക്യൂഷൻ ഉണ്ടാവും, പോലീസുകാർ പിടിക്കും, കോടതി പോകേണ്ടി വരും, ജയിലിലാവും. അതൊക്കെ പേടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു, ദാറ്റ് മസ്റ്റ് ഫോളോ. സിക്ക് അറ്റ് ഹാർട്ട്, അവൻ്റെ മനസ്സിനുള്ളിൽ ഭയങ്കര നെഗറ്റിവിറ്റി വന്ന് സങ്ക് ഇൻ ഡിസ്പെയർ, ഭയങ്കര സങ്കടമായി. ഹി ഹാഡ് ഷട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് റൂം ആൻഡ് ടേൺഡ് ഓൺ ദി ഗ്യാസ്. റൂം കുറ്റിയിട്ടിട്ട് ഗ്യാസ് ഓണാക്കി സ്വയം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തീരുമാനിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതാരാണ് മക്കളെ ഇവൻ? A long bar of silence throbbed in the little attic when he concluded his halting confession. Halting എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, മുക്കിയും മൂളിയും പറയുന്ന ഈ ഒരു കൺഫെഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറ്റസമ്മതം. ഈ നടന്നപ്പോൾ ഹാൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ മടിച്ചതവ മുക്കിയും മൂളിയും. ആ കുറ്റസമ്മതം കഴിഞ്ഞപ്പോൾ ആ റൂമിൽ എന്താണ്, ഭയങ്കര സൈലൻസ് ആയിരുന്നു, കാരണം എല്ലാവരും ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടു. ദെൻ ഗ്രഫ്ലി എന്ന് പറഞ്ഞാൽ കർക്കശമായി, ദ സാർജന്റ്, ദ പോലീസ് ആസ്ക്ഡ് ഹൗ മച്ച് ഹി ഹാഡ് സ്റ്റോളൻ. നീ എത്ര പൈസയാടാ നീ അടിച്ചു മാറ്റിയതെന്ന് ചോദിച്ചു. 7 pounds 10 shillings. 7 പൗണ്ടും 10 ഷില്ലിങ്ങും. എത്ര വരും മക്കളെ പറ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പറ, എത്ര ഇപ്പോഴത്തെ പൈസയിൽ എത്ര വരും? വലിയ പൈസ ഒന്നും വരില്ല. ദ ആൻസർ സൗണ്ടഡ് പിറ്റിഫുൾ എന്ന് പറഞ്ഞാൽ പരിതാപകരമായി, ഭയങ്കര, കാരണം പൈസ വളരെ തുച്ഛമായിട്ടുള്ള പൈസ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി സൂയിസൈഡ് മാത്രം ഇല്ലായിരുന്നു എന്നിവർക്കൊക്കെ തോന്നി. ഫോർ ദിസ് പാൽട്രി എന്ന് പറഞ്ഞാൽ തുച്ഛമായ സം ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ അവേ ഹിസ് ലൈഫ്. ഈ ഒരു തുച്ഛമായ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ്റെ ജീവൻ കളയാൻ വേണ്ടി തീരുമാനിച്ചത് ഇവർക്ക് ഭയങ്കര പരിതാപകരമായിട്ട് തോന്നി. ഇത്ര കഷ്ടമായ അവസ്ഥയിലായിപ്പോയല്ലോ എന്ന് തോന്നി. ഓക്കെ, there was a pause. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര, ഇപ്പം എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയി. ദ ത്രീ ഓഫ് അസ് എന്ന് പറഞ്ഞാൽ സാർജന്റ്, AJ ക്രോൺ, പിന്നെ ലാൻഡ് ലേഡി. 3 of us, the sergeant, the landlady and me, as the sole witness of this near tragedy, had the same unspoken thoughts in our mind. ഇവരുടെ മനസ്സിൽ, 3 പേരുടെ മനസ്സിൽ, അവർ സംസാരിച്ചിട്ട് പോലില്ല, പക്ഷെ അവർക്ക് 3 ആൾക്ക് ഒരേ തോട്ട് ഉണ്ടായിരുന്നു. എന്താ തോട്ട്? ഈ ചെക്കൻ ഒരു കള്ളത്തരം കാണിച്ച ആളാണ്, ഒരു കള്ളനാണ്. അപ്പോൾ ആണെങ്കിൽ ശരിക്കും ചെയ്യേണ്ടതെന്നാണ് നിയമപ്രകാരം കോടതിയിൽ ഹാജരാക്കണം, പോലീസിനോട് പറയണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഇവരുടെ 3 പേരുടെ മനസ്സിൽ ഒരൊറ്റ തോട്ടായിരുന്നു. എന്തായിരിക്കും തോട്ട്? ഇവനെ നമുക്കൊന്ന് ക്ഷമിച്ചിട്ട് ഇവന് ഒരു ചാൻസും കൂടി കൊടുക്കാമെന്ന് അവർ ഒരുമിച്ച് എന്ത് തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു ഗിവ് ഹിം ദി യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട്. ഇവനൊരു ഒരു പുതിയ ജീവിതം കൊടുക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. ദി സാർജന്റ്, പോലീസുകാരൻ എന്ത് ചെയ്തു? അറ്റ് കൺസിഡറബിൾ റിസ്ക്, മൂപ്പർ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും കൺസിഡറബിൾ റിസ്ക് ടു ഹിസ് ജോബ്, റിസോൾവ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്തു ടു മേക്ക് നോ റിപ്പോർട്ട് അപ്പോൺ ദ കേസ്. ഈ ഒരു കേസിന് റിപ്പോർട്ടാക്കാൻ, അഥവാ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ FIR എടുക്കാതിരിക്കാൻ വേണ്ടി മൂപ്പർ തീരുമാനിച്ചു. റിസ്ക് ആണ്, എന്നാലും മൂപ്പര് തീരുമാനിച്ചു. സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിങ്സ് വുഡ് റിസൾട്ട്. അപ്പോൾ കോടതി പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ദി ലാൻഡ് ലേഡി ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ്. മുപ്പത്തി എന്ത് ചെയ്തു? 1 മാസത്തെ ഫ്രീ ആയിട്ടുള്ള റെന്റ് കൊടുക്കാതെ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അൺടിൽ ഹീ ഷുഡ് ഗെറ്റ് അപ്പോൺ ഹിസ് ഫീറ്റ് അഗെയിൻ. ഇവൻ വീണ്ടും ഇവന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ആവുന്ന അവസരം വരെ ഈ ലാൻഡ് ലേഡി എന്ത് ചെയ്തു? റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവനോട് പറഞ്ഞു. വൈൽ അത് AJ ക്രോണിന് എന്താ ചെയ്തത്?
ഐസക് റോൺ ജീവൻ രക്ഷിച്ചു. മാത്രമല്ല മൂപ്പർ ഒരു കാര്യം കൂടി ചെയ്തു, മേക്കിംഗ് പെർഹാപ്സ് ദി ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ. മൂപ്പർ പറയുന്നത് ഞാൻ ഏറ്റവും തുച്ഛമായിട്ടുള്ള ഏറ്റവും ഇവർ ചെയ്ത കോൺട്രിബ്യൂഷനാണ് കുറവായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ചെയ്തത്. എന്താ ചെയ്തത്? കെയിം ഫോർവേഡ് വിത്ത് £7.10 ഫോർ ഹിം ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ്. ഇവൻ അടിച്ചു മാറ്റിയ £7.10 അത് നമ്മുടെ AJ ക്രോണ് ഞാൻ തന്നോളാൻ പറഞ്ഞു, നീ പോയി തിരിച്ച് ആ സേഫിൽ വെക്കാൻ പറഞ്ഞു. മാത്രമല്ല മൂപ്പർ പറയുന്നത് മൂപ്പർ ചെയ്താണ്, AJ ക്രോണും ചെയ്താണ് ഏറ്റവും ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ. ബാക്കിയുള്ള ഒരു സർജന്റും അതുപോലെ ലാൻഡ് ലേഡിയൊക്കെ ചെയ്താണ് കുറച്ചുകൂടി അടിപൊളി കോൺട്രിബ്യൂഷൻ, അല്ല വലിയ കോൺട്രിബ്യൂഷൻ എന്നാണ് AJ ക്രോണും പറയുന്നത്. ഓക്കെ. ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദി നൈറ്റ്. അപ്പോൾ വീണ്ടും നമ്മൾ പ്രസന്റ് ടൈമിലേക്ക് വരികയാണ്, നമ്മുടെ ഷിപ്പിലേക്ക് വരികയാണ്. മക്കളെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ്, ആരാണ് നമ്മുടെ ആ യങ് മാൻ? സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച യങ് മാൻ ആയിരുന്നു നമ്മുടെ മിസ്റ്റർ ജോൺ തന്നെയാണ്. മിസ്റ്റർ ജോൺ തന്നെയാണ് നമ്മുടെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച നമ്മുടെ യങ് മാൻ. ഓക്കെ, നമ്മുടെ AJ ക്രോണിൻ രക്ഷിച്ച യങ് മാൻ ആരായിരുന്നു? ഈ ഷിപ്പിൽ വെച്ചിട്ട് AJ ക്രോണിനെ ക്രീപ്പി ലുക്കിൽ നോക്കിയ മിസ്റ്റർ ജോൺ ആയിരുന്നു. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ദ ഷിപ്പ് മൂവ്ഡ്, അപ്പോൾ വീണ്ടും പ്രസന്റ് ടൈമിലേക്ക് എത്തി, ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദി നൈറ്റ്. അപ്പോൾ രാത്രിയായി, ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ വാസ് നോ നീഡ് ഓഫ് സ്പീച്ച്. ഇവർ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, സംസാരിക്കേണ്ടതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. വിത്ത് എ ടെൻഡർ ജെസ്റ്റർ മിസ്സസ് ജോൺ ഹാഡ് ടേക്കൺ അവർ ഹസ്ബൻഡ്സ് ഹാൻഡ്. മിസ്സസ് ജോൺ എന്ത് ചെയ്തു? ഹസ്ബൻഡിൻ്റെ കൈയെടുത്ത് നമുക്ക് ഇനി പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ് ഐ കുഡ് നോട്ട് ബട്ട് റിഫ്ലക്ട് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് ഇൻ മൈ ലൈഫ്. അപ്പം മൂപ്പർക്ക് ഐ കുഡ് നോട്ട് ബട്ട് റിഫ്ലക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് റിഫ്ലക്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല, അത് ഞാൻ റിഫ്ലക്ട് ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. എന്തിനെ പറ്റിയിട്ട്? ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ്. ഏതാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്? സ്റ്റോക്കിൽ ഇട്ടതാണോ? ഗോൾഡിൽ ഇട്ടാണോ? ക്രിപ്റ്റോയിൽ ഇട്ടാണോ? ക്രിപ്റ്റോയിൽ ഇട്ടൊന്നല്ല. എന്തിലാണ്? ഈ മനുഷ്യൻ, ഈ യങ് മാനിന് കൊടുത്ത ആ £7.10 അതായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ആര് പറയുന്നത്? AJ ക്രോണിൻ പറയുന്നത്. £7.10 മൂപ്പർക്ക് തിരിച്ചെന്തോ റിട്ടേൺ തന്നു. £7 ഇപ്പം 7 കോടി പൗണ്ടായോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. ആ £7 ആക്ച്വലി പോവുകയാണ് ചെയ്തത്. പക്ഷെ ആ £7 കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ യങ് മാന് അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റിയത്. മാത്രമല്ല അവൻ ഇന്ന് എന്ത് ചെയ്യാണ്? അവൻ ഇന്ന് വലിയൊരു സക്സസ്ഫുൾ ആയിട്ട് സോളിസിറ്ററാണ്. മാത്രമല്ല ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ അന്നത്തെ അവൻ്റെ അവസ്ഥയുണ്ടായിരുന്ന കുട്ടികളെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായി എന്നുള്ളതാണ് നമ്മുടെ ഈ AJ ക്രോണിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ £7.10 AJ ക്രോണിന് പൈസ തന്നിട്ടൊന്നുമില്ല. പൈസ തിരിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആ പൈസ കൊണ്ടാണ് ഇത്രയും വലിയൊരു മിസ്റ്റർ ജോൺ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. മാത്രമല്ല അവനിപ്പം ബാക്കിയുള്ളവരെ ഹെൽപ്പും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ്. ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ വിഹിതം. അതായത് നമ്മളൊരു കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ, നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി ഓരോ വർഷം പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു കമ്പനി എന്ത് ചെയ്യും? നമുക്ക് ഡിവിഡൻസ് തരും, കുറച്ച് പൈസ നമുക്ക് തരും. ആ ഡിവിഡൻസ് AJ ക്രോണിന് കിട്ടിയില്ല. ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ്. ഡിവിഡൻസ് തന്നില്ല ഇൻ വേൾഡ്ലി ഗുഡ്സ്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട്, പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ വെച്ചിട്ട് എനിക്ക് ഡിവിഡൻസ് കിട്ടിയില്ല. പക്ഷേ ഹാഡ് ടേൺഡ് ഔട്ട് ടു ബി ഇമ്മെൻസ്ലി പ്രോഫിറ്റബിൾ. എങ്കിൽ പോലും അത് വളരെ പ്രോഫിറ്റബിൾ ആയി. കാരണം എന്താണ്? മൂപ്പർക്ക് അതിൽ നിന്ന് കിട്ടിയ സന്തോഷം മാത്രമല്ല, മൂപ്പർക്ക് ഒരാളുടെ അതുവഴി ബാക്കിയുള്ളവരുടെ പലരുടെയും ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയ ഒരു സംഭവം മൂപ്പർ വളരെ പ്രോഫിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ഓൾ ദി ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാഡ് മെയ്ഡ് ത്രൂ ഔട്ട് ദി ഇയേഴ്സ്. അപ്പോൾ ഇറ്റ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? സ്റ്റോക്കിലായിക്കോട്ടെ, ബോണ്ടിലായിക്കോട്ടെ, ക്രിപ്റ്റോയിലായിക്കോട്ടെ, അങ്ങനത്തെ കുറേ ബാഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ പൈസ പോയിട്ടുണ്ടാവും, അല്ല പൈസ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയാണ്, അതിനേക്കാളൊക്കെ മുകളിലാണ് ഞാൻ ഈ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ്, ആ £7.10 ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് മൂപ്പർ പറയുന്നത്. ഇറ്റ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ഓൾ ദ ബാഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഐ ഹാഡ് മെയ്ഡ് ത്രൂ ഔട്ട് ദി ഇയേഴ്സ്. ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഗെസ്സിങ് ഫോർ മെറ്റീരിയൽ ഗെയിൻ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പ്രൊഡ്യൂസിങ് ഓൺലി ആൻസൈറ്റി, ഡിസപ്പോയിൻമെന്റ്, ഫ്രസ്ട്രേഷൻ. അപ്പം ഇവർ എന്താണ് കുറേ വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കുറേ ആൻസൈറ്റിയും ഡിസപ്പോയിൻമെന്റും ഫ്രസ്ട്രേഷനൊക്കെ തന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. എന്താണ് ഈ ചെക്കനെ കൊടുത്ത പൈസ, അല്ലെ ചെക്കനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും മൂപ്പര് ആൻസൈറ്റിയും ഡിസപ്പോയിൻമെന്റും ഫ്രസ്ട്രേഷനും ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് മൂപ്പര് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? നമ്മുടെ അലക്സ് സാറിന്റെയും അനന്ത് സാറിന്റെയും ഈ ചാനൽ മൂപ്പര് കണ്ടിട്ടില്ലല്ലോ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നം വരില്ലായിരുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണം. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പൈസ നാളെ ഉണ്ടാക്കി തുടങ്ങും. ഓക്കെ, സബ്സ്ക്രൈബ് കാണാം.
അപ്പം മൂപ്പർ പറയുന്നത് വെച്ചാൽ അത് ആ ഒരു മെറ്റീരിയൽ ഗെയിൻസിനെക്കാളും എത്രയോ വലിയ ഗെയിനാണ് മൂപ്പർക്ക്, അല്ല എത്രയോ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് മൂപ്പർക്ക് ഈ ഒരു 7 പൗണ്ട് 10 ഷില്ലിങ്സ് ഫീൽ ചെയ്തത് എന്നാണ് മൂപ്പർ പറയുന്നത്. അതോടെ ചാപ്റ്റർ തീർന്നു. ഇത്രയേ ഉള്ളൂ കഥ. സിമ്പിൾ ചാപ്റ്ററാണ്, സിമ്പിൾ കഥയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ മനസ്സിലാക്കിയല്ലോ, റെഡി. ഇനി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ നോട്ട്സ് ഞാൻ അയച്ചു തരും വാട്സപ്പിൽ. വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തവർക്കൊക്കെ കിട്ടും. ജോയിൻ ചെയ്യാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, ലൈവ് ചാറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ജോയിൻ ചെയ്യാം. കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നും നാളെയായിട്ട് ചെയ്യണമെന്നില്ല, മെല്ലെ ചെയ്താൽ മതി. എന്നെങ്കിലും പരീക്ഷയ്ക്ക് മുമ്പ് ഇതൊന്ന് വായിച്ച് നോക്കുക. മീനിങ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഡു യു തിങ്ക് ദ ടൈറ്റിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ് ഇസ് അപ്രോപ്രിയേറ്റ്? ഇത് ഉചിതമായ ടൈറ്റിൽ ആണോ എന്നുള്ള ചോദ്യമുണ്ട്. അല്ലാത്ത ചോദ്യങ്ങൾ എന്തായിരുന്നു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് പഠിക്കണം. അതുകൂടാതെ ക്യാരക്ടേഴ്സ്, മിസ്റ്റർ ജോണിൻ്റെയും അതുപോലെ AJ ക്രോണിൻ്റെയും ക്യാരക്ടർ സ്കെച്ചും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടൊന്നും പഠിക്കണ്ട. ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, കാരണം പരീക്ഷയിൽ ചോദിക്കും. ആരുടെങ്കിലും ഒരെണ്ണം നിങ്ങൾ പരീക്ഷയിൽ, ക്രിസ്മസ് പരീക്ഷയിൽ, പബ്ലിക് എക്സാം ചോദിക്കും. അതും കൂടി പഠിക്കുക. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മക്കളെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈ 7 പൗണ്ട് 10 ഷില്ലിങ് ആയാൽ നല്ല കാര്യം. ഞാൻ അത് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അടിപൊളി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണ്ടേ, പൈസ നിങ്ങൾക്ക് സേഫായി വെക്കണ്ടേ. അപ്പോൾ അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ പഠിപ്പിക്കുന്നതായിരിക്കും. സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാൻ പോകുന്നില്ല, ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കാൻ പോകുന്നില്ല. എക്സാമിനർ ലക്ഷ്യ ബാച്ചിൽ ബാക്കി എല്ലാം പഠിപ്പിക്കും. ഫിസിക്സും കെമിസ്ട്രി മാത്സും ബയോളജി ഇംഗ്ലീഷും മാത്സും സോഷ്യൽ സയൻസും മലയാളവും ഹിന്ദി ഒക്കെ പഠിപ്പിക്കും. പക്ഷേ ഈ ബേസിക് ഫിനാൻസ്, പേഴ്സണൽ ഫിനാൻസ് പഠിപ്പിക്കില്ല. അപ്പോൾ അത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികൾക്കും പിന്നീട് ഒരു കുട്ടികളല്ലാതെ ആകുമ്പോൾ, വലിയ ആളാകുമ്പോൾ ഇതൊന്നും അറിയാത്തതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാവാറുണ്ട്. പൈസ പോവുക, എന്താണ് ഓരോ ഫ്രോഡ് സ്കീമിലൊക്കെ പോയിട്ട് പൈസ ഇട്ടിട്ട് ഉള്ള പൈസയും കൂടെ പോകുന്നൊക്കെ നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ബേസിക് ഫിനാൻസ് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അത് പഠിക്കാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ യൂസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളൂ. ഞാനൊരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ് മക്കളെ. ആ ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കറക്റ്റ് ആൻസർ ഇടണം. ആൻസർ ഇടുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു, ഈ ക്ലാസ് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ, ഇനിയും ഇംഗ്ലീഷിൽ ലൈവ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാനൊരു സാർക്ക് വരണോ, ഇങ്ങനത്തെ 1 ഷോട്ട് ലൈവ് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അത് പറയുക. ഇനിയും വേണമെങ്കിൽ വേണമെന്ന് പറയുക. അത്ര മാത്രമേ പറയാനുള്ളൂ. ക്വസ്റ്റ്യൻ പിടിച്ചോ മക്കളെ, ഇത്രയേ ഉള്ളൂ. വാട്ട് വാസ് മിസ്റ്റർ ജോൺസ് പ്രൊഫഷൻ? എന്തായിരുന്നു മിസ്റ്റർ ജോണിൻ്റെ പ്രൊഫഷൻ? കറക്റ്റ് ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ വേണമെന്ന് പറയുക. ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈവ് ചാറ്റിൽ പറയുക, അല്ലെ കമൻറ്റ് ബോക്സിൽ പറയുക. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ലൈവ് എടുക്കാൻ പോകുന്നത്. മക്കളെ, അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.